ഓൺലൈൻ മത്സര പരീക്ഷാ പരിശീലനത്തിൽ വിപ്ലവകരമായ വിജയം. കോമ്പറ്റീറ്റീവ് ക്രാക്കർ കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3 ഓൺലൈൻ ക്ലാസുകൾ ലഭ്യം. LP-UP അസിസ്റ്റന്റ് ഓൺലൈൻ ക്ലാസുകൾ ലഭ്യം. LDC 2020 വേണ്ടി തയ്യാറെടുക്കുവാനുള്ള ഓൺലൈൻ ക്ലാസുകൾ ലഭ്യം. കേരള പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനുള്ള ഓൺലൈൻ കോഴ്സും ലഭ്യം. വിശദ വിവരങ്ങൾക്കായി വിളിക്കാം 8589083568. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിലെ കുറച്ച് ടിപ്സാണ്. കഴിഞ്ഞ ദിവസം കോമ്പറ്റീറ്റീവ് ക്രാക്കർ റിലീസ് ചെയ്ത റിപ്പോർട്ടഡ് സ്പീച്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായി എന്ന് അറിഞ്ഞു. അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ ക്വറീസ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഇതുപോലെ പഠിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ, അതായത് ഈ വീഡിയോയിൽ നമ്മൾ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് എന്താണെന്ന് പഠിക്കുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ ടിപ്സാണ്. ഓക്കെ, കംപ്ലീറ്റ് ക്ലാസ് അല്ല ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്. പക്ഷേ അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് നോക്കാം. അതിന് മുൻപ് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്താണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ജസ്റ്റ് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് മനസ്സിലാവാൻ വേണ്ടി നമുക്ക് നോക്കാം. അതായത് ഇപ്പം ഞാനൊരു സെൻറ്റൻസ് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ, രാമു കിൽഡ് എ സ്നേക്ക്. Ramu killed a snake. എന്താണ് ഇതിൻ്റെ ഒരു സബ്ജക്റ്റ്? ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്, അതായത് കർത്താവ്, ആരാണ് ചെയ്യുന്നത്, ആരാണ് പ്രവൃത്തി ചെയ്യുന്നതാണ് സബ്ജക്റ്റ്. രാമു ആണ് സബ്ജക്റ്റ്. ഇപ്പം കറക്റ്റ് നമ്മൾ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ പറയും ഡൂവർ, റിസീവർ, അങ്ങനെയുള്ള ടേംസ് വെച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണേ. പക്ഷെ അതൊന്നും വേണ്ട. ഞാൻ സാധാരണ ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ്, ഇവിടെ രാമു ആണ് നമ്മുടെ സബ്ജക്റ്റ്. സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്ന സെൻറ്റൻസ് ആണ് എന്ത്, അല്ലെങ്കിൽ സബ്ജക്റ്റ് വെച്ച് തുടങ്ങുന്ന സെൻറ്റൻസ് ആണ് എന്ത്, ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സെൻറ്റൻസിൽ സബ്ജക്റ്റ് രാമു ആണ്. വെർബ്, അതായത് സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതവസ്ഥയിലിരിക്കുന്നു അതാണ് വെർബ്. അതിവിടെ കിൽഡ് ആണ്. ഒബ്ജക്റ്റ് ആണ് സ്നേക്ക്. ഇനി ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ഈ സെൻറ്റൻസിനെ റീറൈറ്റ് ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ പാസീവ് വോയിസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണ് എ സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമു. ഓക്കെ, അപ്പം സ്നേക്ക് വാസ് കിൽഡ് ബൈ രാമു. അപ്പം സ്നേക്ക് എന്ന് പറയുന്നതാണ് എന്ത്, ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് വെച്ചാണ് നമ്മൾ സെൻറ്റൻസ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന് നമ്മൾ പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് കൊടുക്കുന്നു. അങ്ങനെയുള്ള സെൻറ്റൻസസ് ആണ് എന്ത് സെൻറ്റൻസസ്, പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, ഈ ബൈ എപ്പോഴെങ്കിലും നിങ്ങളുടെ പാസീവ് വോയിസിൽ കണ്ടിട്ടില്ല എങ്കിൽ അതൊരു തെറ്റല്ല. ഓക്കെ, ബൈ മാൻഡേറ്ററി അല്ല, അല്ലെങ്കിൽ നിർബന്ധമല്ല. ചില സാഹചര്യങ്ങൾ നമ്മളത് വേണ്ടാന്ന് വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ്. അപ്പം ഇനി നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റിപ്പോർട്ട് സ്പീച്ച് പഠിച്ചല്ലോ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടി പഠിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇവിടെയും കൂടി പഠിക്കാം. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ആദ്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്, റിപ്പോർട്ടഡ് സ്പീച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ടെൻസ് ചേഞ്ച് ഉണ്ടാവും എന്ന്, അല്ലേ? അതായത് നമ്മൾ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ് ആവും, അങ്ങനെയുള്ള കുറച്ച് റൂൾസ് നമ്മൾ പറഞ്ഞല്ലോ. പക്ഷേ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, ടെൻസ് ചേഞ്ച് ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ആക്റ്റീവ് വോയിസ് അല്ലെങ്കിൽ പാസീവ് വോയിസ് അല്ലെങ്കിൽ ആക്റ്റീവ് വോയിസ്, അത് രണ്ടും ഒരേ ടെൻസിലായിരിക്കണം. ഒരു കാരണവശാലും ടെൻസ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണ്. കാരണം ആ ഒരൊറ്റ പോയിന്റ് വെച്ച് ഒരുപക്ഷെ നമുക്ക് 1-2 ഓപ്ഷൻസ് അവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെപ്പോഴും ടിപ്സ് പഠിക്കുന്നത് എന്തിനാണ്, നമുക്ക് കറക്റ്റായിട്ട് നേരെ ആൻസറിലോട്ട് എത്താനല്ല, നമുക്ക് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാനാണ്. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമ്മൾ അവസാനം കറക്റ്റ് ആൻസറിലോട്ട് എത്തും. അതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട പോയിന്റ്, ടെൻസ് ചേഞ്ച് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് കൺവേർഷനിൽ ഇല്ല. നിങ്ങൾ ആക്റ്റീവിൽ നിന്ന് പാസീവിലോട്ട് കൺവേർട്ട് ചെയ്താലും പാസീവിൽ നിന്ന് ആക്റ്റീവിലോട്ട് കൺവേർട്ട് ചെയ്താലും അവിടെ എന്തില്ല, ടെൻസ് ചേഞ്ച് ഇല്ല. ഓക്കെ, അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഗോൾഡൻ റൂൾ. അടുത്തത്, ഓൺലി V3 ഫോം ഓഫ് ദി വേർബ് ഇസ് യൂസ്ഡ്. അതായത് ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ച് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് 3 ഫോംസ് ഉണ്ട്, V1, V2, V3. അതായത് V1 എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, V3 എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒന്നും കൂടി പറയാം. അപ്പം ഇതിനകത്ത് ഈ ഒരു ഫോം മാത്രമേ നമ്മൾ എന്തിൽ ഉപയോഗിക്കുകയുള്ളൂ, പാസീവ് വോയിസിൽ ഉപയോഗിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയാണ് റൈറ്റ്, റോട്ട്, റിട്ടൺ, അല്ലെങ്കിൽ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ.
അപ്പോൾ ഈ ഒരു ഫോം മാത്രമേ, ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ V3 ഫോം, ഇത് മാത്രമേ നിങ്ങൾ എന്തിൽ ഉപയോഗിക്കുകയുള്ളൂ? പാസീവ് വോയിസിൽ ഉപയോഗിക്കുകയുള്ളൂ. അതാണ് നിങ്ങളുടെ ഗോൾഡൻ റൂൾ നമ്പർ 2. ഓക്കെ, ശരിക്കും നമ്മളിത് പഠിക്കുവാണെങ്കിലുണ്ടല്ലോ ഒരു 8-9 റൂൾസോളം ഉണ്ട്. അത് കൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യാം, അങ്ങനെ നമ്മൾ പഠിക്കാം. പക്ഷെ അതൊന്നുമല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ നോക്കുന്നുള്ളൂ. അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് എപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എപ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ ING ഫോം വരുന്നോ, ING ഫോം എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ഉപയോഗിക്കണം? BEING വരണം. കാരണം നിങ്ങൾക്ക് ING ഫോം എന്ന് പറയുന്ന ആകെ പ്രസൻറ്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും മാത്രമേ കൺവേർട്ട് ചെയ്യാൻ ചോദിക്കത്തുള്ളൂ. ഫ്യൂച്ചർ കണ്ടിന്യൂസും ഇല്ല, ഒരു പെർഫെക്റ്റ് കണ്ടിന്യൂസും നിങ്ങൾക്ക് പാസീവ് വോയിസ് ചോദിക്കില്ല, വരില്ല, അതിനില്ല. ഓക്കെ, അപ്പം ING ഫോം നിങ്ങൾ എവിടെയൊക്കെ ഉപയോഗിക്കുന്നോ അവിടെ നിങ്ങൾ എന്ത് വേണം? BEING എന്ന് പറയുന്ന സാധനം നിർബന്ധമായിട്ടും ഉണ്ടോ എന്ന് നോക്കണം. അതാണ് ഫസ്റ്റ്, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അടുത്ത റൂള്, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഇതെന്ത് വന്നാലും അവിടെ നിർബന്ധമായിട്ടും അതിൻ്റെ പാസീവ് വോയിസിൽ എന്തുണ്ടാവണം? ബീൻ വേണം. BEEN, നേരത്തെ നമ്മൾ കണ്ടത് BEING ആയിരുന്നു, ഇത് BEEN നിർബന്ധമായിട്ടും വേണം. ഓക്കെ, ഹാസ് ആയിക്കോട്ടെ, ഹാവ് ആയിക്കോട്ടെ, ഹാഡ് ആയിക്കോട്ടെ, BEEN നിർബന്ധമായിട്ടും വേണം. അടുത്തത് മോഡൽ ഓക്സിലറീസ് ഒരു വലിയ പോർഷനാണ്. നമ്മൾ ഏകദേശം 24 മോഡൽ ഓക്സിലറീസ് പഠിക്കുന്നുണ്ട്. അതിലോട്ടൊന്നും പോവണ്ട. എന്നാലും നമ്മുടെ മെയിൻ ആയിട്ടുള്ള മോഡൽ ഓക്സിലറീസ് ഏകദേശം ഓക്സിലറി വെബ്സാണ് 24 എണ്ണം, മോഡൽ 13 എണ്ണമാണ്. അപ്പോൾ ആ 13 എണ്ണത്തിൽ വിൽ അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ, ഇതാണ് കൂടുതലായിട്ട് നമ്മൾ ഈ പാസീവ് വോയിസിൽ ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ, മസ്റ്റും. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ മോഡൽ ഓക്സിലറി, അത് വിൽ ആയിക്കോട്ടെ, ഷാൽ ആയിക്കോട്ടെ, ക്യാൻ ആയിക്കോട്ടെ, മേ ആയിക്കോട്ടെ, മസ്റ്റ് ആയിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് പ്ലസ് ബി പ്ലസ് V3 ഫോം ഓഫ് ദി വേർബ്. അതായത് ഫോർ എക്സാമ്പിൾ വിൽ ബി സങ്, കണ്ടോ, സിങ്ങിൻ്റെ V3 ഫോമാണ് സങ്, സിങ് സാങ് സങ് അല്ലേ. അപ്പം വിൽ ബി സങ് മോഡൽ ഓക്സിലറിയാണ് വിൽ ബി സങ്. മനസ്സിലായോ? ഇത്രയും പോയിന്റ്സ് ആണ് സാധാരണഗതിയിൽ ചോദിക്കാറ്. ഇനി ഒരു എക്സെപ്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് കേസും കൂടിയുണ്ട്. അതായത് ക്വസ്റ്റ്യൻസ് നമുക്ക് തരും, ക്വസ്റ്റ്യൻസ് തന്നിട്ട് അത് നമ്മളോട് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആക്റ്റീവ് വോയിസിൽ നിന്നിട്ട് അത് പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറയാറുണ്ട്. അതിനകത്ത് നിങ്ങൾ 3 കാര്യങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡു അല്ലെങ്കിൽ ഡസ്, ഇതാണ് നിങ്ങളുടെ ആക്റ്റീവ് വോയിസിൽ കിടക്കുന്നതെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് പാസീവ് വോയിസിലാകുമ്പോൾ ഒന്നുകിൽ ഈസ് വരും, അല്ലെങ്കിൽ ആർ വരും, അല്ലെങ്കിൽ ആം വരും. ആം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. മീ എന്ന് പറയുന്ന സാധനം വരുമ്പോൾ മാത്രമേ അത് ആമിലോട്ട് കൺവേർട്ട് ആവത്തുള്ളൂ, വേറെ ഒന്നും വരില്ല, ശരിയല്ലേ? അതുപോലെ ഡിഡ് എന്ന് പറയുന്നൊരു സാധനം വരുവാണെങ്കിൽ അവിടെ വാസ് വരും, വേറ് വരും. കാരണം ഡു അല്ലെങ്കിൽ ഡസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസന്റ് ടെൻസ് ആണ്, ശരിയല്ലേ? ഡു അല്ലെങ്കിൽ ഡസ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്. അപ്പോൾ അവിടെ ഈസ് അല്ലെങ്കിൽ ആർ വരും. അതിൻ്റെ നേരെ പാസ്റ്റ് ആണ് ഡിഡ്, അപ്പോൾ അവിടെ എന്ത് വരും? വാസ് അല്ലെങ്കിൽ വേർ വരും. ഇത് പിന്നെ പ്രസന്റ് ടെൻസിൽ മാത്രമേ മീ വെച്ചിട്ടുള്ളത് വരാറുള്ളൂ കൂടുതലും. ഇനി അടുത്തത് ഹൂ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നെങ്കിൽ നിർബന്ധമായിട്ടും അത് എന്ത് വെച്ച് കൺവേർട്ട് ചെയ്യണം? ബൈ ഹൂം വെച്ച് കൺവേർട്ട് ചെയ്യണം. ഇനി ഒരു കാര്യവും കൂടി ഈ ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ ഞാൻ പറയാം. ക്വസ്റ്റ്യൻസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നിങ്ങളിപ്പോൾ ആക്റ്റീവ് വോയിസിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തന്നു എന്ന് വിചാരിക്കും. ഓക്കെ, അത് നിങ്ങൾ പാസീവ് വോയിസിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം അപ്പോഴും അത് ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? അല്ലാതെ അത് ആൻസർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് ചെയ്യാൻ തന്ന സാധനം നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോഴും അത് ക്വസ്റ്റ്യൻ ഫോമിൽ തന്നെ ആയിരിക്കണം. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ ഇതുവരെ PSCയിൽ ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. PSC മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ എക്സാമിൻ്റെയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പം ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഏകദേശം 15 ക്വസ്റ്റ്യനോളം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 15 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ കോമ്പറ്റേറ്റീവ് എക്സാംസ്, PSC അടക്കമുള്ള എക്സാംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പഠിക്കുന്നുള്ളൂ. ഒരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വയ്ക്കാം. അതായത് റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ്, ഇമ്പരറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയും നമ്മളിങ്ങനെയുള്ള സെൻറ്റൻസിന്. റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്സ്, ഓർഡർ അല്ലെങ്കിൽ കമാൻഡ്സ് വരുമ്പം ആ സെൻറ്റൻസ് നമ്മൾ ലെറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ബീയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഈ ഒരു കാര്യം കൂടി കഴിഞ്ഞു. പാസീവ് വോയിസ് ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നും നോക്കേണ്ടി വരില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്കിത് ഒന്നും കൂടി റിവൈസ് ചെയ്യാം, എന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? ഫസ്റ്റ് റൂൾ, നോ ടെൻസ് ചേഞ്ച്ഡ്. എന്ത് ടെൻസിലാണോ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസിൽ ചെയ്യുന്നത് അതേ ടെൻസ് തന്നെ നിങ്ങൾ പാസീവ് വോയിസിലോട്ടും കൺവേർട്ട് ചെയ്യണം. ഓൺലി V3 ഫോം ഓഫ് ദി വേർബ് ഇസ് യൂസ്ഡ്. ING ഫോം ആണെങ്കിൽ അവിടെ നിർബന്ധമായിട്ടും BEING വരണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നാൽ ബീൻ വരണം. ആൻഡ്
മോഡൽ ഓക്സിലറീസ് 13 ഉണ്ട്. ഞാനിവിടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് വരുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ. വിൽ അല്ലെങ്കിൽ ഷാൽ, ക്യാൻ, മേ, മസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പാസീവ് വോയിസിൽ കണ്ടിട്ടുള്ള മോഡൽ ഓക്സിലറീസ്. അതെന്ത് തന്നെ വന്നാലും അതിൻ്റെ കൂടെ ബി, ഇയും V3 ഫോം ഓഫ് ദി വേർബ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബാണ് യൂസ് ചെയ്യേണ്ടത്. ഫൈനലി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നതെങ്കിൽ, ക്വസ്റ്റ്യൻസിൻ്റെ കൺവേർഷൻ ആണ് വരുന്നതെങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം. ആം എപ്പോഴേ വരത്തുള്ളൂ? മീ വരുമ്പോൾ അല്ലെങ്കിൽ ഐയുടെ ഫോംസ് വരുമ്പോഴേ ആം വരത്തുള്ളൂ. ആൻഡ് ഡിഡ് ആണെങ്കിൽ ഇതിൻ്റെ എല്ലാം നേരെ പാസ്റ്റ്, കാരണം ഡൂവിൻ്റെയും ഡസ്സിൻ്റെയും പാസ്റ്റ് ആണല്ലോ ഡിഡ്. അപ്പം ഈസിൻ്റെയും ആറിൻ്റെയും പാസ്റ്റ്, അതായത് വാസ് അല്ലെങ്കിൽ വേർ വരും. ഹൂ ആണെങ്കിൽ ബൈ ഹൂം വരും. ഇത്രയും കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. പിന്നെ ഇമ്പെറേറ്റീവ് സെൻറ്റൻസസ്, അതായത് റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ് ആണെങ്കിൽ ലെറ്റ് വെച്ച് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ബി എന്ന് പറയുന്ന വേർഡും അതിനകത്ത് വേണം. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ ഇതുവരെയുള്ള PSCയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട്. ചൂസ് ദി കറക്റ്റ് പാസീവ് വോയിസ്. ദേ ആർ പ്രിപ്പയറിംഗ് ദി ഡിന്നർ. ദേ ആർ പ്രിപ്പയറിംഗ് ദി ഡിന്നർ. അപ്പോൾ ഇവിടുത്തെ കീ വേർഡ് എന്താണ്? പ്രിപ്പയറിംഗ്. ING ഫോമാണ് ഇവിടുത്തെ കീ വേർഡ്. അപ്പോൾ നോക്കൂ, ING ഫോം, ശരിയല്ലേ? ING ഫോം. ING വന്നാൽ എന്ത് വരണം എന്നാണ് നമ്മൾ പഠിച്ചത്? BEING നിർബന്ധമായിട്ടും വരണം, അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവിടെ BEING ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഇല്ല. സോ ഓൺലി ബി. കണ്ടോ? ഇത് PSC കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഇതിന് മുമ്പത്തെ ഒരു പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസേ വരത്തുള്ളൂ, അല്ലാതെ ഭയങ്കര ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും പാസീവ് ആക്റ്റീവിൽ ചോദിക്കാറില്ല. ആ ബീയിങ് വെച്ച് മാത്രം നമ്മൾ ആ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ചെയ്തത് കണ്ടോ. അടുത്തത് നമുക്ക് നോക്കാം. ദി പാസീവ് ഫോം ഓഫ് ദി കമ്പനി ഹാസ് അപ്പോയിൻറ്റഡ് ഹിം ആസ് ദി മാനേജിങ് ഡയറക്ടർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാസീവ് വോയിസ് നമുക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കാം. നോക്കൂ, ചോദിച്ചിരിക്കുന്നത് എന്താ? ഹാസ് ആണ് ഇവിടുത്തെ കീവേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നാൽ എന്ത് വരണം? BEEN വരണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? ഇനി നോക്കിക്കേ, ഇവിടെ ബീനുണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ ഇല്ല. അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ എലിമിനേറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് വേണം ആൻസറിലോട്ട് എത്താൻ. കാരണം നമ്മൾ കറക്റ്റ് റൂൾസ് വെച്ച് പഠിച്ച് എക്സാമിന് പോകുന്നവർ വളരെ വളരെ കുറവാണ്, അല്ലേ? നമുക്ക് എപ്പോഴും എലിമിനേറ്റ് ചെയ്ത് വേണം ആൻസറിലോട്ട് എത്താനായിട്ട്. അതാണ് കുറച്ചും കൂടി ഈസി. അപ്പോൾ നമുക്കറിയാം ഓപ്ഷൻ ബി എന്തായാലും അല്ല, ശരിയല്ലേ? ഇനി ഹാസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. നോക്കൂ, ഇവിടെ ഹാഡ് ബീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഹാസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസും ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസുമാണ്. ടെൻസ് ചേഞ്ച് അലൗഡ് ആണോ? അല്ല. അപ്പോൾ ഇതും അല്ല, ശരിയല്ലേ? ഇനി അടുത്തത് ഹി ഹാവ് ബീനും ഉണ്ട്, ഹി ഹാസ് ബീനും ഉണ്ട്. ഹി എന്ന് പറയുന്ന സിംഗുലർ ആണ്. സിംഗുലറിൻ്റെ കൂടെ എന്ത് തന്നെ വേണം? സിംഗുലർ തന്നെ വേണം. ഒരിക്കലും പ്ലൂറൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ്, ശരിയല്ലേ? അപ്പോൾ ഹീയുടെ കൂടെ ഹാവ് ശരിയാവുമോ? ശരിയാവില്ല. പിന്നെ എന്തേ ശരിയാവത്തുള്ളൂ? ഹാസ് മാത്രമേ ശരിയാവത്തുള്ളൂ. സോ യുവർ ഓപ്ഷൻ ഇസ് ഡി. ഹി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദി മാനേജിങ് ഡയറക്ടർ. നോക്കൂ, ബൈ ദി കമ്പനി എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ശരിയല്ല? അത് വേണ്ട. ബൈ ദി കമ്പനിയുടെ ആവശ്യമില്ല. ഇറ്റ് ഈസ് ഓപ്ഷണൽ. അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമില്ല. സാധാരണ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു ബൈ ദി കമ്പനിയും കൂടെ അവസാനം ആഡ് ചെയ്യും. അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട. നമ്മൾ ആ സെൻറ്റൻസിൻ്റെ തുടക്കം വെച്ച് തന്നെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഗോപിക വാസ് സിംഗിങ് ദി സോങ് ഈസ് ദി ആക്റ്റീവ് ഫോം ഓഫ്. അതായത് ഇത് ആക്റ്റീവ് ഫോമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് ചാടിക്കറി ഇതിൻ്റെ ആക്റ്റീവ് ഫോം എന്ന് ആലോചിക്കരുത്. ഈസ് ദി ആക്റ്റീവ് ഫോം ഓഫ്, അതായത് ഇതിൻ്റെ പാസീവ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് തിരിച്ചു ചോദിച്ചു എന്നേ ഉള്ളൂ ഇവർ. അപ്പോൾ നമുക്ക് നോക്കാം. ING ഉണ്ട്. അപ്പോൾ BEING എന്തായാലും വേണമല്ലോ, അല്ലേ? BEING വേണം. അങ്ങനെയാണെങ്കിൽ ഇതെന്തായാലും വരില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഉള്ളത് ഈസ് ബീയിങ് ഉണ്ട്, വാസ് ബീയിങ് ഉണ്ട്, ഈസ് ബീയിങ് ഉണ്ട്. നോക്കൂ, ഇവിടെ വാസ് ആണല്ലോ, പാസ്റ്റ് ടെൻസ് ആണല്ലോ. സോ പ്രസൻറ്റ് ടെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത സ്ഥിതിക്ക് ഇതെന്തായാലും അല്ല, അല്ലേ? പിന്നെ ദ സോങ് ഈസ്, വീണ്ടും ഈസ് ബീയിങ്, അതും തെറ്റാണ്. പിന്നെ എന്തേ വരത്തുള്ളൂ? വാസ് ബീയിങ്. ദ സോങ് വാസ് ബീയിങ് സങ് ബൈ ഗോപിക. കാരണം ഇവിടെ വാസ് സിംഗിങ് ആണ്. സോ വാസ് ബീയിങ് സങ് ബൈ ഗോപിക. വളരെ ഈസി ആയിട്ട് നമുക്ക് ആ രണ്ട് കാര്യം വെച്ചാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. എന്താണ്? ടെൻസ് ചേഞ്ച് പാടില്ല എന്നുള്ളതും അതുപോലെ തന്നെ BEINGയുടെ കാര്യം വെച്ചാൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂസ് ഷോക്ക്ഡ് ദ നേഷൻ. ഇതൊരിക്കൽ PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നോക്കി, ഇതൊന്നും അറിയാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റും. ദ ന്യൂസ് ഷോക്ക്ഡ് ദി നേഷൻ. നോക്കൂ, ഷെയ്ക്ക് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾക്കറിയാം. ഷെയ്ക്കാണ് ഇവിടെ പലയിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഷൂക്ക്, ഷെയ്ക്ക്. അതായത് ഷെയ്ക്കിൻ്റെ 3 ഫോംസ് ആണ് നമ്മൾ അറിയേണ്ടത്. ഷെയ്ക്ക്, ഷൂക്ക്, ഷെയ്ക്കൺ. അതല്ല ഇവിടെ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് എന്താണ്? ഷോക്ക്ഡ് ആണ് നമുക്ക് വേണ്ടത്, ശരിയല്ലേ? ഷോക്ക്ഡ് എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് വേണ്ടത്. ഷോക്കും ഷെയ്ക്കും രണ്ടാണ്. ആ ഒരൊറ്റ തിരിച്ചറിവ് മതി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്കിത് അങ്ങോട്ട് കത്തില്ല.
അത് നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല, എല്ലാവർക്കും ആ എക്സാമിൻ്റെ ഒരു പ്രഷർ ഭയങ്കരമായിരിക്കും. അപ്പോൾ നമ്മൾ നന്നായി പഠിക്കുന്നതാണ്, അപ്പോൾ നമുക്കൊരു ചെറിയൊരു പ്രഷർ ഉണ്ടാവും. ആ സമയത്ത് നമുക്കിത് കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കത്തണമെങ്കിൽ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണം, ഒരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കൂ, അപ്പോൾ ഇവിടെ ഷോക്കാണ് വന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ ഷൂക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തെറ്റ്. ഷെയ്ക്ക് തെറ്റ്, ഷൂക്ക് തെറ്റ്. അപ്പോൾ എന്തേ ഉള്ളൂ? ദി നേഷൻ വാസ് ഷോക്ക്ഡ് ബൈ ദി ന്യൂസ്. മനസ്സിലായോ? ഒരു കാര്യം അറിയണ്ട, ആ വാക്ക് മാത്രമാണ് അവിടെ തിരിച്ചെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഫ്ലൈഡ് വേർഡ്സും അതുപോലെ ഫ്ലോഡ് വേർഡ്സും ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് തിരിഞ്ഞു വരും. ഓക്കെ. അതുപോലെ ദേ ഹാവ് അറസ്റ്റഡ് ദി തീഫ്. ദേ ഹാവ് അറസ്റ്റഡ് ദി തീഫ്. ഇതിൻ്റെ പാസീവ് വോയിസ് വേണം. അപ്പോൾ നോക്കൂ, ഹാവ് ഉണ്ട്, അപ്പോൾ എന്ത് വേണം? ബീൻ വേണം. ശരിയല്ലേ? ബീൻ വേണം. അപ്പോൾ ബീൻ ഇല്ലാത്തൊരു സെൻറ്റൻസ് ആണ് ഓപ്ഷൻ എ, അപ്പോൾ അത് പോയി. ഓക്കെ. പിന്നെ നമുക്ക് എല്ലാത്തിനും ബീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഹാവ് ആണ്, ഇത് പ്രസൻറ്റ് ടെൻസ് അല്ലേ? ഹാവ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് അല്ലേ? അപ്പം ഹാഡ് വന്നാൽ അത് ശരിയാവോ? ശരിയാവില്ല. ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്, ടെൻസ് ചേഞ്ച് പാടില്ലല്ലോ. സോ ദിസ് ഇസ് ഓൾസോ അവോയ്ഡഡ്. ഇനിയുള്ളത് ഹാസ് ബീനും ഹാവ് ബീനുമാണ്. നമ്മുടെ ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തീഫ് അല്ലേ? അപ്പോൾ അത് വെച്ച് വേണ്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? സോ ദ തീഫ് ഹാസ് ബീൻ ആണോ വരിക, ഹാവ് ബീൻ ആണോ വരിക? ഹാസ് ബീൻ ആ വരിക. കാരണം എന്താ? തീഫ് സിംഗുലർ ആണ്. സോ ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ ദം. ഇതെന്തുകൊണ്ടാണ് വരാത്തെ? തീഫ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറലാണ്. ആ വ്യത്യാസം ഉള്ളതുകൊണ്ട് മാത്രം. ഓക്കെ. സോ അങ്ങനെയാണ് ഇതല്ല എന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. I will clean the house every Saturday. I will clean the house every Saturday. ഇതിൻ്റെ പാസീവ് എടുക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിലറി വെർബ് വിൽ, ഷാൽ, മേ, ക്യാൻ ഇതെല്ലാം വരുമ്പോൾ ഓക്സിലറി വെർബിൻ്റെ കൂടെ ബി പ്ലസ് V3 ഫോം വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വില്ലാണ് വന്നിരിക്കുന്നത്. ശരിയല്ലേ? വിൽ എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ വിൽ പ്ലസ് ബി പ്ലസ് V3 ഫോം വേണം എന്നാണ് നമ്മുടെ അർത്ഥം. അപ്പം നമുക്ക് നോക്കാം. ഇതെന്തായാലും വരില്ല, കാരണം ഇവിടെ ഈസാണ് കിടക്കുന്നത്. അപ്പോൾ തെറ്റ്. പിന്നെ ദ ഹൗസ് വിൽ ബി ക്ലീൻഡ് എവറി സാറ്റർഡേ. എവറി സാറ്റർഡേ വിൽ ബി ക്ലീൻ ദി ഹൗസ്. വായിക്കുമ്പോൾ തന്നെ അറിയാം ഫസ്റ്റ് വൺ തെറ്റാണ് അല്ലേ? ഇനി അതല്ല, പെട്ടെന്ന് ഒരാൾക്ക് ഇപ്പം പൊതുവെ കുട്ടികൾക്കുള്ളൊരു പ്രവണത എന്താണെന്നറിയോ? അവർ ലാസ്റ്റ് വേർഡ് വെച്ച് തുടങ്ങാൻ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ശ്രമം നടത്തും. പക്ഷെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം എന്താണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന്. അപ്പോൾ പ്രൈമറി ഒബ്ജക്റ്റ് എന്തുവാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്? വീടല്ലേ? സാറ്റർഡേയിലല്ലോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എല്ലാവരും അല്ല, കുറച്ച് പേരിങ്ങനെ അവസാനത്തെ വാക്കിൽ തുടങ്ങാൻ ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും തുടങ്ങരുത്. ഇവിടെ ഹൗസ് ആണ് നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ്. അപ്പം ദ ഹൗസ് വിൽ ബി ക്ലീൻഡ് എവറി സാറ്റർഡേ. ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Had the thieves stolen anything? Had the thieves stolen anything? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. ശരിയല്ലേ? ക്വസ്റ്റ്യൻ ആണ്. ഹാഡ് വെച്ച് തുടങ്ങിയല്ലോ, എന്ത് ചെയ്യുന്നു ഒന്നും ആലോചിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഗോൾഡൻ റൂൾ ഇവിടെയും ബാധകമാണ്. ഹാസ് അല്ലെങ്കിൽ ഹാവ് അല്ലെങ്കിൽ ഹാഡ് വന്നാൽ ബീൻ വേണം, നിർബന്ധമാണ്. ഓക്കെ. സോ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ബീൻ ഇല്ല, അപ്പോൾ ഇതല്ല. ഇവിടെ ബീനുണ്ട്, ഇവിടെ ബീനുണ്ട്, ഇവിടെ ബീൻ ഇല്ല, അപ്പോൾ ഇതില്ല. അപ്പോൾ ഇത് രണ്ടിലും ഏതോ ഒരെണ്ണമാണ്. നമുക്ക് നോക്കാം. ഹാഡ് എനിത്തിങ് ബീൻ സ്റ്റോളൻ ബൈ ദി തീവ്സ്? എനിത്തിങ് ഹാഡ് ബീൻ സ്റ്റോളൻ ബൈ ദി തീവ്സ്. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ അല്ലേ? ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോഴും അത് എന്ത് തന്നെ ആയിരിക്കണം? ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കണ്ടേ? ഒരിക്കലും അതും വേറൊരു ഫോമിലോട്ട് പോകാൻ പാടില്ല. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളതുകൊണ്ട് മാത്രം ഒരു സെൻറ്റൻസ് ക്വസ്റ്റ്യൻ ആവില്ല. അതിന് പ്രോപ്പറായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടാവണം അല്ലേ? അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതൊരു ക്വസ്റ്റ്യൻ ആണോ? ഒരിക്കലും അല്ല. ഇതെന്താണ്? ഹാഡ് എനിത്തിങ് ബീൻ സ്റ്റോളൻ ബൈ ദി തീവ്സ് ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ രീതിയിൽ ആലോചിച്ചാൽ മതി. ഇതിലിപ്പോൾ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ എന്തെല്ലാം വഴികളുണ്ട്, അതാണ് ഇതിൻ്റെ പ്ലസ് അല്ലേ? റിപ്പോർട്ടഡ് സ്പീച്ചിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കൂടുതൽ ഓപ്ഷൻസ് ആക്റ്റീവ് ആൻഡ് പാസീവ് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത്, ചേഞ്ച് ദി ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് ഫോം. ഷീല എൻജോയ്സ് റീഡിങ്. അതായത് എൻജോയ്സ് ആണ് കിടക്കുന്നത്. എൻജോയ്സ് എന്ന് പറയുമ്പം എന്താണ്? പ്രസൻറ്റ് ടെൻസ് ആണ്. ഓക്കെ. ഇത് നോക്കി, വാസ് എൻജോയ്ഡ്, പാസ്റ്റ് ടെൻസ് അല്ലേ? ടെൻസ് ചേഞ്ച് പാടില്ല. സോ അതല്ല. ഈസ് എൻജോയ്ഡ് ഉണ്ട്, ഈസ് ബീയിങ് എൻജോയ്ഡ് ഉണ്ട്, വാസ് വീണ്ടും വന്നു, അതും തെറ്റാണ്. കാരണം ടെൻസ് മാറിപ്പോകുന്നു, അത് പറ്റില്ല. ഇനി ഈസ് എൻജോയ്ഡ് ആണോ ഈസ് ബീയിങ് എൻജോയ്ഡ് ആണോ? നോക്കൂ, ഇവിടെ എൻജോയ്സ്നേ ഉള്ളൂ, എൻജോയിങ് എന്നില്ല. ING വരുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് വരേണ്ട ആവശ്യമുള്ളൂ? ബീയിങ് വരേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ ഇത് ആവശ്യമില്ല. സോ യുവർ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ബി. മനസ്സിലായോ? റീഡിങ് ഈസ് എൻജോയ്ഡ് ബൈ ഷീല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the correct passive voice form of do the hounds kill the fox? അപ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് വരുമ്പോൾ ഞാൻ പറഞ്ഞു, ഡു അല്ലെങ്കിൽ ഡസ് വരുമ്പോൾ അതെന്ത് വേണം? ഈസ് അല്ലെങ്കിൽ ആറ് വരണം എന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം. നോക്കൂ, ഈസ് അല്ലെങ്കിൽ ആറ് വരണം, എല്ലാം അത് തന്നെയാണ്. അപ്പോൾ അതൊരു പ്രശ്നമില്ല. ഇനി ഇതിൽ ഏതാണ് നമുക്ക് മാറ്റേണ്ടതെന്ന് നോക്കാം.
എന്തായാലും ഇവിടുത്തെ ഒബ്ജക്റ്റ് ഫോക്സ് അല്ലേ, അപ്പം ഈസ് ദി ഫോക്സ് ശരിയാണ്. ആർ ദി ഹൗൺസ് തെറ്റാണ്, കാരണം ഹൗൺസ് അല്ല, ഫോക്സ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്, അതാണ് വരേണ്ടത്. അപ്പം ഇതല്ല. പിന്നെ ഈസ് ഇറ്റ് ദി ഹൗൺസ് തെറ്റാണ്. ഇറ്റിൻ്റെ ആവശ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡിൽ ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല, അതൊരു കറക്റ്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നത്. ഇനി അടുത്തത് ഈസ് ദി ഫോക്സ് ബീയിങ് കിൽഡ്. ബീയിങ് വരണമെങ്കിൽ ഇവിടെ ING വരണമായിരുന്നു അല്ലേ, ഇവിടെ കില്ലിംഗ് എന്ന് വരണമായിരുന്നു. കില്ലിംഗ് എന്ന് വന്നിരുന്നെങ്കിൽ ഇവിടെ ബീയിങ് വരാമായിരുന്നു. അപ്പോൾ അതുമല്ല, സോ ഇതുമല്ല. സോ ഫൈനലി യുവർ ആൻസർ ഇസ് ഈസ് ദി ഫോക്സ് കിൽഡ് ബൈ ദി ഹൗൺസ്. ഓക്കെ. ഡസ് ഷീ നോ മീ, ദി പാസീവ് ഫോം ഓഫ് ഡസ് ഷീ നോ മീ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡു അല്ലെങ്കിൽ ഡസ് ആണെങ്കിൽ ഏത് ഫോം വരണം, ഈസ് അല്ലെങ്കിൽ ആർ അല്ലെങ്കിൽ ആം വരണം. ഓക്കെ, ഇവിടെ നോക്കൂ, മീ അല്ലേ, മീ വരുവാണെങ്കിൽ എന്തേ വരത്തുള്ളൂ, ആമേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ, ശരിയല്ലേ. ഡിഡ് ഐ നോ ഹർ തെറ്റ്, കാരണം ടെൻസ് ചേഞ്ച് വന്നു. ഡസ് ഡിഡ് ആവാൻ പാടില്ല. ഹാസിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ, ഹാസ് ഒരിക്കലും ഇവിടെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഹാസുമായിട്ട്, ഒരിക്കലും ഇല്ല. പിന്നുള്ളത് ആം ഐ നോൺ ടു ഹെർ. ഓക്കെ. ഹൂ ടോട്ട് യു ടു സിങ്, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താണെന്നറിയാമോ, ഇതിനകത്ത് ഭയങ്കര ഒരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഹൂ വന്നാൽ ബൈ ഹൂമിലോട്ട് കൺവേർട്ട് ചെയ്യണം നമ്മൾ പറഞ്ഞു. നോക്കുമ്പോൾ എല്ലാം ബൈ ഹൂമാണ്, അപ്പോൾ ഫൈൻ, അതുവരെ ഓക്കെ. ബൈ ഹൂം, പിന്നെ വരേണ്ടത് നമ്മുടെ ഓക്സിലറി വെർബാണ്. ഏതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഓക്സിലറി വെർബ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, ഇത് തെറ്റാണ്. ബൈ ഹൂം യു ടോട്ട് ടു സിങ് തെറ്റാണ്. ഇനി ഇത് നോക്കിയേ, യു ഹാവ് ബീൻ ടോട്ട് എന്ന് പറയുന്നു. അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, കാരണം ഇവിടെ ഹാസോ ഹാവോ എന്തെങ്കിലും ഉണ്ടോ അവിടെ, ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല, അപ്പോൾ ഇതും തെറ്റാണ്. ഓക്കെ. ഇനി നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ടത് വാസ് യുവും വേർ യുവും. ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ വെച്ച് ഞങ്ങൾക്ക് ഒരുപാട് കുട്ടികൾ, എനിക്ക് തോന്നുന്നു PSC പഠിച്ചു തുടങ്ങിയ കുട്ടികളടക്കം ഒരുപാട് പേര് വാസ് യുവിലിട്ടിക്ക് തെറ്റാണ്. കാരണം എന്താണ്, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമുക്ക് 3 വേർഡ്സ് ഉണ്ട്. ഫസ്റ്റ് എന്താ പറയുക, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ആരാണ് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ? ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരാണ് പറയുന്നത്. ഇപ്പം ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ ഫസ്റ്റ് പേഴ്സൺ. ഞാനിപ്പോൾ പറയുന്ന ഒരു കുട്ടിയോടാണോ എന്ന് വിചാരിക്കൂ, ആ കുട്ടി സെക്കൻഡ് പേഴ്സൺ ആണ്, അതായത് ആരോട് പറയുന്നു അതാണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരെക്കുറിച്ച് പറയുന്നു, അതാണ് തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് പേഴ്സൺ ആര് പറയുന്നു, സെക്കൻഡ് പേഴ്സൺ ആരോട് പറയുന്നു, തേർഡ് പേഴ്സൺ ആരെക്കുറിച്ച് പറയുന്നു. ഇനി നമുക്ക് യു എന്ന് പറയുന്ന സാധനം, ഇവിടെ യു ആണല്ലോ താരം. ഈ യു നമുക്ക് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കാം, സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കാം, തേർഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് പ്ലൂറൽ ആയിരിക്കണം. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഐയുടെ കൂടെ എപ്പോഴെങ്കിലും നമ്മൾ സിംഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? കാരണം ബഹുമാനാർത്ഥം ഐ എപ്പോഴും പ്ലൂറലാണ് അല്ലേ. ഐ ഹാവ് എന്നേ നിങ്ങൾ പറയാറുള്ളൂ, അല്ലെങ്കിൽ ഐ വേർ എന്നേ പറയാറുള്ളൂ. കാരണം എന്താ, നമ്മളത് എപ്പോഴും പ്ലൂറലായിട്ടാണ് ഐൻ്റെ കൂടെ ഉപയോഗിക്കുക. ബഹുമാനാർത്ഥം ഇംഗ്ലീഷ് ഗ്രാമറിൽ ഐ പ്ലൂറലായിട്ട് എടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഈ യു, അതായത് ആരോടാണ് പറയുന്നത് സെക്കൻഡ് പേഴ്സൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ യു എന്ന് പറയുന്നത് പ്ലൂറൽ ആയിരിക്കണം. അങ്ങനെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ആൻസർ എന്താണ്? ബൈ ഹൂം വേർ യു ടോട്ട് ടു സിങ്. ഇപ്പം ഞാനൊരു കുട്ടിയോട് ചോദിക്കും, നിന്നെ ആരാ പാട്ട് പഠിപ്പിച്ചേ അല്ലേ? അപ്പം നിന്നെ ആരാ പാട്ട് പഠിപ്പിച്ചത്? ഞാൻ ആ കുട്ടിയോട് ആരോട് പറയുന്നു? ആ കുട്ടിയോട്. അപ്പോൾ യു ആണ് അവിടുത്തെ സെക്കൻഡ് പേഴ്സൺ. അങ്ങനെ യു സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുമ്പോൾ അവിടെ എന്ത് വരണം? വേർ വരണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ടിപ്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ശരിയാണ്, ടിപ്സ് നമ്മൾ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും, പക്ഷെ നമ്മളത് മാത്രം ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യരുത്. കാരണം ഈ ഒരു റിപ്പോർട്ടഡ് സ്പീച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ പേഴ്സണലി ആയിട്ടും അല്ലാതെ എന്താ പറയുക, ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, മിസ്സേ ഇത് മാത്രം പഠിച്ചാൽ പോരെ. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ലാസ്സസ് വെച്ച് തന്നെ പഠിക്കണം. ഓക്കെ, എന്നിട്ട് വേണം നിങ്ങൾ ടിപ്സ് പഠിക്കണം. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞങ്ങൾ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് ഒരു ടോപ്പിക്ക്, ഇപ്പം ആക്റ്റീവ് ആൻഡ് പാസീവ് ആണെങ്കിൽ ആദ്യം അതിൻ്റെ ഒരു 2 വീഡിയോ തന്നെ ഉണ്ട് അതിന് മാത്രം. കാരണം അതിൻ്റെ തിയറി ഫുൾ പറഞ്ഞു കൊടുക്കാനായിട്ടും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കാനായിട്ടും. അതിനുശേഷം ഇതുപോലെ ടിപ്സ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി കൊടുക്കും. അതിനുശേഷമാണ് നമ്മളൊരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ഒറ്റയടിക്ക് നമ്മൾ കൊടുക്കില്ല, പല പ്രാവശ്യമായിട്ട് റിവൈസ് ചെയ്യിക്കുമ്പം അങ്ങനെ ഞങ്ങൾ ക്വസ്റ്റ്യൻസ് കൊടുക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കൂടി കിട്ടുമ്പോഴാണ് കുട്ടികൾക്ക് തറോ ആവുന്നത്. അപ്പോഴേ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഏതൊരു എക്സാം ഫേസ് ചെയ്യാനും നമുക്ക് ഒരു ധൈര്യം കിട്ടും. ഓക്കെ, അപ്പം ഈ രീതിയിലുള്ളൊരു പഠനമാണ് ഏതൊരു വിഷയത്തിനും ആവശ്യം. അതുപോലെ കോഡുകൾ വളരെ പ്രധാനമാണ് അല്ലേ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ നമുക്കൊരു കോഡുണ്ട്. അതായത് 2, 3, 1 നമ്മളത് ഉപയോഗിക്കുന്ന ഓർഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോഡുകൾ വളരെ 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 ഉപയോഗപ്രദമാണ്. അപ്പോൾ കോഡുകൾ വെച്ച് പഠിച്ചാൽ നമുക്ക് ഓർക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സസ് ആണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. LDC, KTET കാറ്റഗറി 1, 2 and 3. അതോടൊപ്പം തന്നെ PSCയുടെ എല്ലാ എക്സാംസും, BDO എല്ലാ എക്സാംസിൻ്റെയും കോച്ചിങ് വളരെ
സക്സസ്ഫുള്ളി കോമ്പറ്റേറ്റീവ് ക്രാക്കർ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിൽ 33rd റാങ്ക്, 264th റാങ്ക്, അങ്ങനെ ഒരുപാട് റാങ്ക്സ് നമുക്ക് സെക്യൂർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും നമുക്ക് അതുപോലെ തന്നെ റിസൾട്ട്സ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പോട് കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ നമ്പർ ഉണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റിലീസ് ദി പ്രിസണർ. റിലീസ് ദി പ്രിസണർ അതെന്താണത്? അതൊരു ഓർഡറാണ് അല്ലേ? ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് വരുമ്പോൾ എങ്ങനെ വരണം എന്നാണ് ഞാൻ പറഞ്ഞേ? ലെറ്റ് ഉപയോഗിക്കണം. നമ്മൾ പറഞ്ഞു തന്നു ലെറ്റ് പ്ലസ് ബി വേണം. ലെറ്റ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബി ആണ് വരിക. നമുക്ക് നോക്കാം. അപ്പോൾ ലെറ്റിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, അതിൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് മാത്രമാണ്. ലെറ്റ് ദ പ്രിസണർ ബി റിലീസ്ഡ്. കണ്ടോ? ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ്. ഓക്കെ, അപ്പം നോൺ ഫിക്ഷണൽ ബുക്സ് ആണ് നിങ്ങളുടെ ഒബ്ജക്റ്റ്. അത് വെച്ച് നമ്മൾ തുടങ്ങും. സെൽസ് ആണ്, അതായത് പ്രസന്റ് ടെൻസ് ആണല്ലോ. പ്രസന്റ് ടെൻസ് വരുമ്പോൾ ഈ വാസ് വരണോ? വേണ്ട. വേറ് വരണോ? വേണ്ട. ഇനി ഈസ് ആണോ ആറാണോ? വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. നോൺ ഫിക്ഷണൽ ബുക്സ് ആണ്, അപ്പോൾ ഈസ് അല്ലല്ലോ, ആറാണ് അല്ലേ? ഇനി ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? സാധാരണ നമ്മൾ എപ്പോഴും ബൈ ആണ് യൂസ് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ, അതായത് ദ കമ്പനി ഹാഡ് അപ്പോയിൻറ്റഡ് ഹിം എന്ന് പറഞ്ഞാൽ ഹി വാസ് അപ്പോയിൻറ്റഡ് ബൈ ദി കമ്പനി എന്ന് പറയും. ഇംഗ്ലീഷ് ഈസ് സ്പോക്കൺ ബൈ ദി പീപ്പിൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ ബൈയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വന്നത് കണ്ടോ? എന്താ അതിൻ്റെ കൺസെപ്റ്റ്? നമ്മൾ എപ്പോഴും ആലോചിക്കുക, നോൺ ലിവിങ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സ് വരുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്രിഡ്ജ് വാസ് ബീയിങ് ബിൽറ്റ് ബൈ ദം. ദ ആക്റ്റീവ് വോയിസ്, അതായത് തന്നിരിക്കുന്നത് എന്താണെന്നാ? പാസീവ് വോയിസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആക്റ്റീവ് വോയിസ്. അതായത് നിങ്ങൾ ഇത്രയും നേരം എന്ത് ചെയ്തോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിങ്ങളിവിടെ ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള കീവേഡ് ഈ ബീയിങ് ആണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സെൻറ്റൻസിൽ ING ഫോം ഓഫ് ദി വെർബ് ഉണ്ടാവും എന്നാണ്. തിരിച്ചാലോചിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ING ഫോം ഉണ്ടാവണമെങ്കിൽ ഇത് തെറ്റാണ്. ഇതിൽ 3ലും ING ഫോം ഉണ്ട്. അടുത്ത ടെൻസ് നമുക്ക് നോക്കാം. വാസ് ആണ്, അതായത് പാസ്റ്റ് ടെൻസ് ആണ്. അപ്പം പാസ്റ്റ് ടെൻസ് തന്നെ വരണമല്ലോ, പ്രസന്റ് ടെൻസ് വരാൻ പാടില്ലല്ലോ. പിന്നെ ഉള്ളത് ദേ വേറും ദേ വാസും ആണ്. ദേ എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ അല്ലേ? പ്ലൂറൽ ആണെങ്കിൽ വേറെ തന്നെയല്ലേ ഉപയോഗിക്കൂ? വാസ് ഉപയോഗിക്കൂ? ഉപയോഗിക്കില്ല. സോ യുവർ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വി വർ കെപ്റ്റ് വെയിറ്റിംഗ് ബൈ ഹെർ. അതിൻ്റെ ആക്റ്റീവ് വോയിസ്, അതായത് പാസീവ് ആണ് നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചതെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻ നമ്മൾ ആക്റ്റീവ് വോയിസ് കണ്ടുപിടിക്കുന്നു, തിരിച്ച് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോക്കൂ, വി വെർ കെപ്റ്റ്. ശരിക്കും ഈ വെയിറ്റിങ്ങിൽ ശ്രദ്ധിക്കരുത്. വെയിറ്റിങ്ങിൽ ഒരിക്കലും നമ്മൾ ശ്രദ്ധിച്ച് ചാടി വീഴരുത്. വി വർ കെപ്റ്റ് ആണ് നമ്മുടെ ഇവിടുത്തെ വേർബ്. അപ്പോൾ നോക്കൂ, ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ക്വസ്റ്റ്യൻ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ ഈ ഒരു ഓപ്ഷൻ നോക്കൂ, ദിസ് ഇസ് പ്രസൻറ്റ്. അപ്പോൾ ഇതല്ലല്ലോ, അല്ല. ഇതും പ്രസൻറ്റ്, തെറ്റ്. ഇനിയുള്ളത് ഇത്. ഹാഡിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹാഡ് ബീന്നോ അങ്ങനെ എന്തെങ്കിലും കാണണ്ടേ? അതില്ലാത്ത സ്ഥിതിക്ക് അതുമല്ല. സോ യുവർ ആൻസർ ഇസ് ഷീ കെപ്റ്റ് us വെയിറ്റിംഗ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസും. നിങ്ങൾ ഒരിക്കലും നേരത്തെ കൂട്ടി മുഴുവൻ പഠിച്ചാലേ നിങ്ങൾക്ക് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഇത്രയും പഠിച്ചാലും മതി അല്ലേ? ഇങ്ങനെയുള്ള സ്മാർട്ട് സ്റ്റഡി, അതെപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട വേർഡാണ് സ്മാർട്ട് സ്റ്റഡി. ഹാർഡ് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്ന ഈ ഒരു വാക്കിനും ഒരുപാട് പ്രാധാന്യം കൊടുത്ത് വേണം നമ്മൾ പഠിക്കാൻ. എന്നാലും നമുക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ്സ് ഞങ്ങളെ അറിയിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.